ഹായ് കൂട്ടുകാർ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ കോംബോ ആയിട്ട് ഇട്ടേക്കാണ്. കാരണം നമ്മൾ ഇതിനു മുമ്പ് കോംബോ ഇട്ടതുകൊണ്ട് തന്നെ ഈ അഗ്ലോണിമ പ്ലാന്റ്സ് ഇടുമ്പോൾ നമ്മളുടെ അടുത്ത് പലരും കോംബോ ആയിട്ടുള്ള കാര്യമാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ അതിൽ നമ്മുടെ അടുത്ത് സാധാരണ തവണ ഇട്ട പ്ലാന്റ്സ് തന്നെ. ആദ്യത്തെ പ്ലാന്റ് നമ്മളുടെ ഈ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ്, രണ്ടാമത്തെ ഇതേ നമ്മുടെ ഈ ഒരു റൊട്ടാൻഡൻ ടൈഗറിൻ്റെ പ്ലാന്റാണ്. എല്ലാവരും ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ശരിക്കും അതിൻ്റെ സൈസൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. രണ്ടാമത്തെ പ്ലാന്റ് റൊട്ടാൻഡാണ്. മൂന്നാമത്തത് നമ്മുടെ അഞ്ചുമാനി വൈറ്റാണ്. അഞ്ചുമാനി വൈറ്റ് സൂപ്പർ വൈറ്റ് മാറിപ്പോയില്ലല്ലോ അല്ലേ? ഇതിനകത്ത് ആ ഗ്രീൻ കളർ നല്ല ഡാർക്കായിരിക്കും, സൂപ്പർ വൈറ്റിൽ ലൈറ്റായിട്ട്, പിന്നെ കൂടുതൽ വൈറ്റ് ഷെയ്ഡ് കുറച്ച് നല്ലോണം വരും. അടുത്തത് നമ്മുടെ അഞ്ചുമാനി റെഡാണ്. അഞ്ചുമാനി റെഡിൻ്റെ എല്ലാത്തിൻ്റെയും അത്യാവശ്യം നല്ല സൈസ് പ്ലാന്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി വിരലൊക്കെ വെച്ചിട്ട് ആ ഹൈറ്റ് കാണിച്ചു തരണത്. അടുത്തത് നമ്മുടെ കുങ്കുമിൻ്റെ ആണ്. കുങ്കുമിൻ്റെ നല്ല പ്ലാന്റാണ്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സിൻ്റെ കോംബോയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇത്രയും പ്ലാന്റ്സിനോട് വരുന്നത് 470 പ്ലസ് കൊറിയർ ചാർജാണ്. ഈ 5 പ്ലാന്റിനോട് 470 പ്ലസ് കൊറിയർ ചാർജിനാണ് ഇട്ടിട്ടുള്ളത്. അടുത്തത് ഈ ഒരു പ്ലാന്റ് കണ്ടോ, ഇത് നമ്മുടെ പൈപ്പർ മാഗ്നിഫിക്കത്തിൻ്റെ പ്ലാന്റാണ്. ഇത് ഒരു ചേച്ചി എൻ്റെ എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് കോൺടാക്ട് നമ്പർ പോയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആർക്കും അയക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനത് പോട്ടിലാക്കി വെച്ചേക്കാനാണ്. പോട്ടോടെ അയക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ തന്നെ വെച്ചതാണ്. ആ പ്ലാന്റ് അത്യാവശ്യം നല്ലോണം വന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചി കാണുകയാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യും, എനിക്ക് ആളെ മനസ്സിലാവും. അപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടേ. അടുത്തത് വേറൊരു കോംബോയാണ് കേട്ടോ. വേറൊരു കോംബോ ഇതധികം പ്ലാന്റ്സ് ഇല്ല കേട്ടോ നമ്മളുടെ കയ്യിൽ. നിലവിൽ ഒറ്റ സെറ്റേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇടാമെന്ന് ഓർത്ത് കോംബോ ആയിട്ട്. ഒറ്റ സെറ്റുള്ള പ്ലാന്റ്സൊക്കെ നമ്മൾ കോംബോ ആയിട്ട് ഇടുന്നതാണ് നല്ലതെന്ന് ഓർത്തിട്ട്. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് നമ്മളുടെ ബ്ലാക്ക് CC പ്ലാന്റ് ആണ് കേട്ടോ. ബ്ലാക്ക് CC ഇതാണ് പ്ലാന്റ് വരുന്നത്. 2 ഷൂട്ടായിട്ടുള്ളതാണ്. അതിൽ ഗ്രീൻ കളറിൻ്റെ സൈഡിൽ കണ്ടോ വൈറ്റ് ഷെയ്ഡ് വരുന്നത്, അല്ല ബ്ലാക്ക് ഷെയ്ഡ് വരുന്നത്. അപ്പോൾ അതിങ്ങനെ ബ്ലാക്ക് ആയിട്ട് വന്നോളും. അടുത്തത് ഈ ഒരു ഗ്രീൻ കളർ CCയുമാണ് കേട്ടോ. ഗ്രീൻ കളർ CCയുടെ അവൈലബിൾ ആയിട്ടുള്ള സൈസാണ് ഈ കാണിച്ച് വന്നിട്ടുള്ളത്. ഇതും അത്യാവശ്യം നല്ല പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇത് വ്യത്യാസം കാണിച്ചു തരട്ടെ. ഇത് കണ്ടോ, ഇതിൻ്റെ അറ്റത്ത് ഡാർക്ക് കളർ വരുന്നുണ്ട്. ആ ഡാർക്ക് കയറിയാണ് ഫുള്ള് ബ്ലാക്ക് ആവണത്. അപ്പോൾ രണ്ടിൻ്റെ ഏകദേശം സൈസും കാണിച്ചു വന്നിട്ടുണ്ട്. ഈ 2 പ്ലാന്റ് കൂടിയാണ് നമ്മൾ കോംബോ ഇട്ടിട്ടുള്ളത്. ഈ 2 പ്ലാന്റ് കൂടി നമ്മൾ കൊടുക്കുന്നത് 120 രൂപയ്ക്കാണ് കേട്ടോ. 120 പ്ലസ് കൊറിയർ ചാർജിനാണ് നമ്മുടെ ബ്ലാക്കും ഗ്രീൻ CC നമ്മൾ കൊടുക്കുന്നത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസൊക്കെ കൃത്യമായിട്ട് വരുന്നത്. 120 പ്ലസ് കൊറിയർ ചാർജാണ്. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അടുത്തത് വേറൊരു കോംബോയാണ് കേട്ടോ. ഈ കോംബോയിൽ നമ്മുടെ കലേഡിയം പ്ലാന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ഈ പ്ലാന്റാണ്. ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ഞാൻ കാണിച്ചു തരാം. മദർ പ്ലാന്റ് കൊടുക്കുന്നില്ല കേട്ടോ. ഇതും സിംഗിൾ സെറ്റ് പ്ലാന്റാണുള്ളത്. കാരണം ഈ ഒരു പ്ലാന്റ് ഇപ്പം എൻ്റെ ഒറ്റ സെറ്റേ ഉള്ളൂ. ഒറ്റയ്ക്കൊരു പ്ലാന്റ് ഇതിൻ്റെ ഉള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് ആ കളർ കയറി വരുന്നുണ്ട്. ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ വീഡിയോയും ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു തായ്ലൻഡ് കലേഡിയാണ് കേട്ടോ അത്. അടുത്തത് ഈ ഒരു കലേഡിയാണ്. ഇത് നമ്മൾ ആദ്യമൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇത് രണ്ടായിട്ടില്ല. ഇപ്പോൾ പ്ലാന്റിൻ്റെ അത്യാവശ്യം നല്ലൊരു പ്ലാന്റൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതിനകത്ത് ആ ഒരു വെരിഗേഷൻ പോലെ നല്ല ഡാർക്ക് കളർ കയറി വരും കേട്ടോ. ഇത് സെയിം പ്ലാന്റ് തന്നെയാണ്. ആ നടുക്ക് അങ്ങനെ റെഡ് വെയിൻസും ലൈറ്റ് ഗ്രീനും പിന്നെ അതിനകത്ത് ഡാർക്ക് ഗ്രീൻ അതിനകത്ത് ഇതായിട്ട് വരും. മദർ പ്ലാന്റിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. മൂന്നാമത്തെ പ്ലാന്റ് വരുന്നത് ഈ ഒരു പ്ലാന്റാണ്. ഇതുപോലെ 2 ലീഫ് സ്റ്റേജ് 3 ലീഫ് സ്റ്റേജിലായിട്ടുള്ള പ്ലാന്റാണ് ഇപ്പോൾ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല രസമുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ഞാൻ കാണിച്ചേക്കാം. ഇതിനു മുമ്പ് നമ്മൾ ഇതിട്ടിട്ടുള്ളതാണ്. ഇതാണ് അപ്രോക്സിമേറ്റ് സൈസ് വരുന്നത്. ചെറിയ പ്ലാന്റ് അല്ല കേട്ടോ, കളർ കയറി വന്ന പ്ലാന്റാണ്. ഇതാണ് മദർ പ്ലാന്റ് വരുന്നത്. അടുത്തത് നമ്മളുടെ ഒരു പിങ്ക് കളറിലെ കലേഡിയാണ് കേട്ടോ. പിങ്ക് കളറിലെ കലേഡിയം ഇതിനകത്ത് കണ്ടോ ചെറിയ ലീഫ് ഇങ്ങനെ ആയിരിക്കും, ഗ്രീൻ കളറായിരിക്കും കേട്ടോ. നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. പിന്നീട് കാലക്രമേണ ലീഫുകൾ വരുന്നതനുസരിച്ച് ഇതിൻ്റെ സൈസ് അതാണ്. കാലക്രമേണ ലീഫുകൾ വരുന്നതനുസരിച്ച് കളർ കയറി വരും. എത്ര നാൾ കഴിഞ്ഞ പിന്നെയാണെന്ന് പറയും എനിക്ക് നല്ല മെച്യൂർഡ് ആയിട്ടുള്ളൊരു ലീഫ് ഇതുപോലെ ഷെയ്ഡ് വന്നത്. ഈ ഷെയ്ഡ് വന്നു തുടങ്ങിയാൽ പിന്നെ വരുന്ന ലീഫ്സിനൊക്കെ ഈ ഷെയ്ഡ് വന്നോളും. എനിക്കിപ്പോൾ ഒരു 5-7 ലീഫ് വന്നതിന് ശേഷമാണ് ഇതുപോലെ കറക്റ്റ് അതിൻ്റെ ഷേപ്പിൽ ബട്ടർഫ്ലൈ പോലെ വന്നേക്കണത്. അപ്പോൾ ഈ 4 പ്ലാന്റിനും കൂടി നമ്മൾ കോംബോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ പ്ലാന്റ്സ് കൊടുക്കണം നമ്മൾ 245 പ്ലസ് കൊറിയർ ചാർജിനാണ് കേട്ടോ. അപ്പോൾ ഈ 4 പ്ലാന്റ് കലേഡിയം പ്ലാന്റ് ആവശ്യമുള്ളത് നമ്മൾ എങ്ങനെ നോക്കിയാലും ഒരു കലേഡിയം പ്ലാന്റിന് 60 രൂപ പോലും തികച്ച് വരുന്നില്ല. ഈ 4 പ്ലാനും കൂടി ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ സെയിൽ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്